Good morning. Maths ആണ് പഠിക്കാൻ പോകുന്നത്. മാത്സ് നമ്മൾ ലാസ്റ്റ് എക്സസൈസിലേക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് പോകണം. സം അതർ ഇക്വേഷൻസ് എന്ന പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിൽ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാമ്പിൾ പ്രോബ്ലം തന്നെയാണ്. Of two squares, the side of the larger are 5 cm longer than those of the smaller, and the area of the larger is 55 square centimeters more. What are the length of the sides? എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ക്വയർ ഉണ്ട് നമുക്ക് അല്ലേ, രണ്ട് സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയറിന്റെ വരച്ച് പറയാന്നുണ്ടെങ്കിൽ രണ്ട് സ്ക്വയർ ആണുള്ളത്. രണ്ട് സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എന്ന് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും സ്ക്വയർ അല്ലെ. മെഷർമെന്റ് എടുക്കുന്നല്ല വരച്ചത് എല്ലാ സൈഡും ഈക്വൽ ആണ് സങ്കല്പിക്കാം. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള രണ്ട് സ്ക്വയറുകൾ ഉണ്ട് അല്ലെ. ഓഫ് ടു സ്ക്വയർസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് സ്ക്വയറില് ഒരു സ്ക്വയറിന്റെ വശം എന്ന് പറയുന്നത് ആ വലിയ സ്ക്വയറിന്റെ വശത്തിനേക്കാളും 5 സെന്റിമീറ്റർ കുറവായിരിക്കും. ഓക്കെ, of the sides of the larger are 5 centimeters longer than those of the smaller എന്നാണ് പറയുന്നത്. വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ചെറിയ സ്ക്വയറിന്റെ സൈഡിനേക്കാളും 5 സെന്റിമീറ്റർ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ സ്മോളർ സ്ക്വയറിന്റെ സൈഡ് 5 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ലാർജറിന്റെ 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ സൈഡിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലെ. അതുകൊണ്ട് ഈ സൈഡിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്മോളർ സ്ക്വയറിനേക്കാളും 5 സെന്റിമീറ്റർ കൂടുതലായിരിക്കും ലോങ്ങർ സ്ക്വയറിനുള്ളത്. ഓക്കെ, ചെറിയ സ്ക്വയറിന്റെ സൈഡിനേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലായിരിക്കും വലിയ സ്ക്വയറിന്റെ സൈഡിനുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ സ്ക്വയറിന്റെ സൈഡ് 5 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 5 + 5 10 ആയിരിക്കും വലിയ സ്ക്വയറിന്റെ സൈഡ്. ഓക്കെ, 8 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, നമുക്ക് എക്സും വൈ ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സും വൈ ആക്കി എടുക്കാം. അപ്പൊ ഈ വലിയ സ്ക്വയറിന്റെ സൈഡിലൊക്കെ നമ്മൾ എക്സ് നിർത്തും, ചെറിയ സ്ക്വയറിന്റെ സൈഡിലൊക്കെ വൈ നിർത്തും. ഓക്കെ, വലിയ സ്ക്വയറിന്റെ സൈഡിലേക്ക് എക്സ് എന്നും ചെറിയ സ്ക്വയറിന്റെ സൈഡിലേക്ക് വൈ നിർത്തും. അപ്പൊ നമുക്ക് എന്താ ഡിഫറൻസ്? സൈഡിന്റെ ഡിഫറൻസ് ആണ്. വലിയ സ്ക്വയറിന്റെ സൈഡും ചെറിയ സ്ക്വയറിന്റെ സൈഡും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാൻ ഡിഫറൻസ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 10ഉം ഇത് 5ഉം ആണ് സൈഡിൽ വെക്കാൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 10 - 5 5 ആയിരിക്കും ഡിഫറൻസ് അല്ലെ. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ചെറിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് വലിയ സൈഡിന്റെ സ്ക്വയറിനേക്കാളും 5 കുറവാണ്. അല്ലെങ്കിൽ എന്താ പറയാ, വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ സൈഡിന്റെ സ്ക്വയറിനേക്കാളും 5 സെന്റിമീറ്റർ ലോങ്ങർ ആണെന്ന് പറഞ്ഞുള്ളത് അല്ലെ. ഓഫ് ടു സ്ക്വയേഴ്സ്, രണ്ട് സ്ക്വയർ ചതുരങ്ങളിൽ സമചതുരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് എന്താണ്, വലിയ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് ചെറിയ സമചതുരത്തിനേക്കാളും 5 സെന്റിമീറ്റർ നീളം കൂടുതലായിരിക്കുന്ന പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ 5 ആണെന്നുണ്ടെങ്കിൽ ചെറിയ സെന്റിമീറ്റർ സ്ക്വയർ എത്ര വേണമെങ്കിലും ആവാം സൈഡ് 5 ഓ 6 ഓ 7 ഓ 8 ഓ എത്രയായിരുന്ന എത്രയാണോ ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ മെഷർമെന്റ് അതിനേക്കാളും 5 സെന്റിമീറ്റർ കൂടുതലായിരിക്കും വലിയ സ്ക്വയറിന്റെ സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഇക്വേഷൻ ആക്കാം? ഈ സൈഡുകൾ നമുക്ക് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 5 ആയിരിക്കില്ലേ. അപ്പൊ എഴുതാം, വലിയ സൈഡിന്റെ സ്ക്വയർ എക്സ് ആണ് മൈനസ് ചെറിയ സ്ക്വയറിന്റെ സൈഡ് വൈ ആണ്. x - y = 10 എന്ന് എഴുതി. സോറി 10 അല്ല, എന്താ എക്സും വൈ കുറച്ച് എത്ര കിട്ടാം? 5 കിട്ടാം അല്ലേ. ജസ്റ്റ് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ഓഫ് എക്സും വൈ എന്താന്ന് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ is equal to x. വലിയ സ്ക്വയറിന്റെ വശം നമ്മൾ എക്സ് ആക്കി എടുക്കും. എന്താ ഞാൻ എന്താ ചെയ്തേ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്മോളർ സ്ക്വയർ, സ്മോളർ സ്ക്വയറിന്റെ വശം എന്ന് പറയുന്നത് വൈ ആക്കി എടുക്കും. ഓക്കെ, വലിയ സമചതുരത്തിന്റെ വശം നമ്മൾ എക്സ് ആക്കി എടുക്കുക, ചെറിയ സമചതുരത്തിന്റെ വശം നമ്മൾ y ആക്കി എടുക്കും.
ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. നമുക്ക് എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദ സൈഡ്സ് ഓഫ് ദ ലാർജ് ആർ 5 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ സ്മോളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? വലിയ സ്ക്വയറിന്റെ സൈഡ് ചെറിയ സ്ക്വയറിന്റെ സൈഡിനേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. രണ്ട് നമ്പർ നോക്കി കഴിഞ്ഞാൽ 5 നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്വയർ സൈഡ് 10 ആയിരിക്കും അല്ലെ. 5 5 + 5 10. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ നമ്മുടെ ഡിഫറൻസ് 5 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലാർജ് സ്ക്വയറിന്റെ സൈഡ് എക്സ് മൈനസ് സ്മോളർ സൈഡിന്റെ സ്ക്വയർ y = 5 ആണ്. 5 സെന്റിമീറ്ററിലെ കൂടുതൽ വന്നിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ. അതിന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്പേഴ്സ് അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത് എക്സും വൈ ഇട്ടത്. പക്ഷെ എന്താ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വ്യത്യാസം 5 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് x - y = 5 എഴുതിയത്. അപ്പോൾ ഇക്വേഷൻ 1. നമുക്ക് ഒരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ ഏരിയയിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഏരിയ ഓഫ് ദ ലാർജർ ഈസ് 55 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് മോർ അല്ലെ. ഈ രണ്ട് സ്ക്വയറിന്റെ ഏരിയ എടുക്കാണെന്നുണ്ടെങ്കിൽ ഈ വലിയ സ്ക്വയറിനായിരിക്കും വലിയ ഏരിയ എന്തായാലും അല്ലെ, ചെറിയ സ്ക്വയറിന് ചെറിയ ഏരിയ ആയിരിക്കും. ഇവരുടെ ഏരിയയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ സ്ക്വയറിന് എന്താണ് ചെറിയ സ്ക്വയറിനേക്കാളും 55 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലുണ്ട്. ഓക്കെ. ഇതിന്റെ വൈയുടെ ഏരിയ 100 ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ് വലിയന്റെ ഏരിയ എത്ര വരും? 100 + 55 എന്തൊരു 155 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എക്സിന്റെ ഏരിയ. എത്രയാണോ ചെറിയ സ്ക്വയറിന്റെ ഏരിയ അതിനേക്കാൾ 55 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലായിരിക്കും വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇവരുടെ ഏരിയയിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഏരിയയിലുള്ള ഡിഫറൻസ് ആണ് 55 നേരത്തെ അല്ലെ. ഇപ്പൊ എന്താണ്? 155 - 100 എത്ര കിട്ടാ? 55 കിട്ടാ. ഓക്കെ. ഇവരുടെ ഏരിയയിലുള്ള വ്യത്യാസം 55. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ അല്ലെ. ഇപ്പൊ ഏരിയ എന്താണ്? ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മള് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാ? വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പൊ ഇതിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ എന്ന് പറയുന്നതാണ് സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ സൈഡ് എത്രയാണ്? എക്സ് ഇൻറ്റു എക്സ് അല്ലെ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ആണ് ഇക്വേഷൻ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സിനെ നമുക്ക് എക്സ് സ്ക്വയർ എഴുതാം. അതേപോലെ തന്നെ ഏരിയ ഓഫ് എന്ത് ചെയ്യാനും സ്മോളർ സ്ക്വയർ അല്ലെ. ചെറിയ സ്ക്വയറിന്റെ ഏരിയ. ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ = ഇക്വേഷൻ സെയിം തന്നെയാണ്. സൈഡ് ഇൻറ്റു സൈഡ്. പക്ഷെ വ്യത്യാസം എന്താണ്? സ്മോൾ ചെറിയ സ്ക്വയറിന്റെ വശം സൈഡ് എത്രയാണ്? y ആണ്. അപ്പൊ y ഇൻറ്റു y ഇത്രയുള്ള വ്യത്യാസം y into y is equal to y square. Okay. X into x is equal to x square ആണ് ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ എന്താണ്? ഇതിന്റെ ഏരിയ x square, ഇതിന്റെ ഏരിയ y square. ഇനി ഏരിയയിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഏരിയയിലുള്ള വ്യത്യാസം നന്നായിട്ടാണ് 55 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയിലുള്ള വ്യത്യാസം. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയനേക്കാൾ 55 കൂടുതലുണ്ടാവും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. അങ്ങനെ ഫിഗർ മാറ്റിയാണ്. ഫിഗർ വരച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാകാൻ ഫിഗർ അങ്ങനെ വരച്ചു തന്നു. ഫിഗർ വരയ്ക്കണം നിർബന്ധമില്ല. അപ്പൊ എന്താ? ഏരിയയിലുള്ള വ്യത്യാസമാണ് അല്ലെ, ഡിഫറൻസിന്റെ ഏരിയ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 55. എന്താണ്? വലിയ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 55. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്താണ്? ഏരിയ ഓഫ് ദ ലാർജർ ഈസ് 55 സെന്റിമീറ്റേഴ്സ് മോർ. ഓക്കെ. അപ്പൊ ചെറിയ സ്ക്വയറിന്റെ ഏരിയയിലേക്കാളും വലിയ സ്ക്വയറിന്റെ ഏരിയ 55 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലുണ്ട്. അപ്പൊ നേരത്തെ കാണിച്ചില്ലേ? ചെറിയ സ്ക്വയറിന്റെ ഏരിയ 100 ആണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്തൊരു 100 + 55 155 ആയിരിക്കും വലിയ സ്ക്വയറിന്റെ ഏരിയ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറൻസ് തമ്മിൽ വ്യത്യാസം മൈനസ് ചെയ്യും. 155 - 100 എന്ന് പറയുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ 155 മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 100. എത്ര വ്യത്യാസം വരാം? 55. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? നമുക്ക് 2 ഇക്വേഷൻ കിട്ടി അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x - y = 5 എന്നും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x² -
y square is equal to 55 എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നോക്കി നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ഉദ്ദേശം. പക്ഷെ ഇവിടെ നോക്കി ഇവിടെ എക്സും വൈയും ആണ്. ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിന് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ല എന്താ ഇവിടെ പവർ ഒന്നുമില്ല, ഇവിടെ പവർ വന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ് മൈനസ് വൈയുടെ കൂടെ ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് വൈ. എക്സിന്റെ സിംഗിൾ പവേഴ്സ് ആണ് നമുക്ക് പറ്റുള്ളൂ അല്ലെ. പവറുകൾ ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്തിട്ട് എന്താണ് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എക്സ് മൈനസ് വൈ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് മൈനസ് വൈ ഉണ്ട്, എക്സ് മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. പക്ഷെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് എക്സ് പ്ലസ് വൈ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ രണ്ടെണ്ണം ഉപയോഗിച്ച് നമ്മൾ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ ആണ്, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആട്ടോ. അപ്പൊ എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ഇനി എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് നോക്കാം? എക്സ് മൈനസ് വൈയും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വന്നിട്ടുള്ളെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് രണ്ടു മൂന്ന് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ എന്താ എപ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് വൈ നമുക്ക് ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ യൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 55 ആണെന്ന് അറിയാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്താൽ അതിന് പകരം നമുക്ക് 55 എഴുതാം അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 55 നമ്മുടെ ഇക്വേഷനിൽ ഉണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മളോട് 55 എഴുതി. ഇനി എന്താ? എക്സ് പ്ലസ് വൈ അറിയാം. എക്സ് പ്ലസ് വൈ അറിയില്ല. അപ്പൊ അതങ്ങനെ കിടന്നോട്ടെ, അത് നമുക്ക് കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് എക്സ് മൈനസ് വൈ അറിയാലോ. എക്സ് മൈനസ് വൈ എത്രയാണ്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതല്ലേ 5. അപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈക്ക് വരെ എന്ത് ചെയ്യാം? എക്സ് മൈനസ് വൈക്ക് വരെ നമ്മളോട് 5 എഴുതിയാൽ മതി. ഓക്കെ, എക്സ് മൈനസ് വൈക്ക് വരെ നമ്മൾ 5 എഴുതി. നമുക്ക് എക്സ് പ്ലസ് 5 ആണ്, എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനായിട്ട് ഈ കൂടെ കിടക്കുന്ന ഇത് എന്താണ്? ഇൻറ്റു 5 ആണ്. ബ്രാക്കറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അർത്ഥം. ഓക്കെ, ഗുണനമാണെന്നാണ് അർത്ഥം. അപ്പൊ എന്താ ചെയ്യാ? ഈ ഈക്വലിന്റെ ഈ 55ന്റെ അടുത്തേക്ക് നമ്മൾ ഈ 5ന്റെ മുന്നിൽ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും, ഹരണമായിട്ട് മാറും അല്ലെ. അപ്പൊ എന്ത് വരും? 55 ഡിവൈഡഡ് ബൈ മാർക്കാണ് കൂടിയത്. കുറച്ച് ലെങ്തി ആണ് പ്രോബ്ലം. മനസ്സിലായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ് കേട്ടോ. 55 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ ഡിവിഷൻ വന്നത് നമ്മൾ ഈക്വൽ ടു ഈ 5നെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുന്നത് ഡിവിഷൻ ആയിട്ട് മാറും. 55 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ഇനി ബ്രാക്കറ്റ് ഉണ്ടാവും. എക്സ് പ്ലസ് വൈ തന്നെയല്ലേ ഉള്ളൂ, ബ്രാക്കറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. 55 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 55 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 1505150. ഇത്രയാണ് 11. അപ്പൊ 11 is equal to x plus y. നമുക്ക് എന്ത് ചെയ്താൽ തിരിച്ചു ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ തിരിച്ചു ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്താം? x plus y is equal to 11 എഴുതാം. ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പൊ ഇതാണ് നമ്മുടെ എത്രയാമത്തെ ഇക്വേഷൻ? നമ്മുടെ തേർഡ് ഇക്വേഷൻ ഇതിന്റെ പേരുള്ളൂ. x plus y is equal to 11 ആണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. എന്താണ്? x minus y is equal to 5 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടു. സെക്കൻഡ് ഇക്വേഷൻ കണ്ടത് എന്താ? x square minus y square is equal to 55 എന്ന് കണ്ടു. ഓക്കെ, തേർഡ് ഇക്വേഷൻ ആണ് x plus y is equal to 11 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വരെ നമ്മൾ ഈ രണ്ട് സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടാണ് എക്സും വൈയും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും വരെ നടന്ന സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയർ വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ചെറിയ സ്ക്വയറിന്റെ സൈഡിനേക്കാളും 5 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ സ്ക്വയറിന്റെ സൈഡിനെ എക്സ് നിർത്തും, ചെറിയ സ്ക്വയറിന്റെ സൈഡിനെ വൈ നിർത്തും. വശങ്ങൾ നമ്മൾ എക്സും വൈയും പേര് കൊടുത്തു. അപ്പൊ നമുക്ക് എന്നറിയാം 5 സെന്റിമീറ്റർ ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം. എന്താ? ചെറിയതിനെ അപേക്ഷിച്ച് വലിയതിന്റെ സൈഡിന്റെ നീളം കൂടുതൽ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എഴുതാം അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും.
ഇനി വേറൊരു കാര്യമാണ് കുറച്ച് പറഞ്ഞിട്ട് ഇവരുടെ ഏരിയകൾ തമ്മിൽ 55 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വ്യത്യാസം. വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ചെറിയ സ്ക്വയറിന്റെ ഏരിയനേക്കാൾ 55 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിന്റെ ഏരിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം എങ്ങനെയാ, x ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതാണ് വലിയ സ്ക്വയറിന്റെ ഏരിയ. ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചത് സൈഡ് ഇൻറ്റു സൈഡ് വശം ഇൻറ്റു വശം, അത് y അല്ലേ നമ്മൾ വശമായിട്ട് എടുത്തത്. അപ്പൊ y ഇൻറ്റു y എന്ന് പറയുന്നത് y സ്ക്വയർ. അപ്പൊ x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 55 എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x പ്ലസ് y ഈസ് ഈക്വൽ ടു 5 ഉം സെക്കൻഡ് ഇക്വേഷൻ x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 55 ആണ്. അപ്പൊ അതിന്റെ പവറുകൾ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ ഒരു ഇക്വേഷൻ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു x പ്ലസ് y ഇൻറ്റു x മൈനസ് y. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ് നമ്മൾ ഇവിടെ അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ x സ്ക്വയർ മൈനസ് y സ്ക്വയർ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്, 55 ആണെന്ന് അറിയാം. അപ്പൊ x സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ 55 എഴുതി. ഈക്വൽ ടു x പ്ലസ് y ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് അങ്ങനെ തന്നെ എഴുതാം. x മൈനസ് y എത്രയാണെന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ കണ്ടു, x മൈനസ് y ഈസ് ഈക്വൽ ടു 5 ആണ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ, അത് x മൈനസ് y ഈസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ x മൈനസ് y ക്ക് പകരം നമ്മൾ 5 എഴുതി അല്ലെ. നമുക്ക് x പ്ലസ് y കണ്ടുപിടിക്കാനായിട്ട് ഈ കൂടെ കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള 5 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് ഡിവിഷൻ ആയിട്ട് മാറും. 55 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു x പ്ലസ് y എന്ന് പറയും അല്ലെ. 55 ഡിവൈഡ് ബൈ 5 എത്രയാണ്, 55 ഡിവൈഡ് ബൈ 5 എന്ന് 11 ആണ്. 11 ഈസ് ഈക്വൽ ടു x പ്ലസ് y എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. x പ്ലസ് y ഈസ് ഈക്വൽ ടു 11. അപ്പൊ ഇക്വേഷൻ എളുപ്പത്തിനാണ് നമുക്ക് തിരിച്ച് ചെയ്തത്. x പ്ലസ് y ഈസ് ഈക്വൽ ടു 11 നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും സോൾവ് ചെയ്തിട്ടാണ് എക്സും വൈയും കണ്ടുപിടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തേർഡ് ഇക്വേഷൻ കിട്ടി. ഇനി എന്താ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് 3ഉം 1ഉം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ സിമ്പിൾ കേട്ടോ. ഇക്വേറ്റിംഗ് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് തേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, x മൈനസ് y ഈസ് ഈക്വൽ ടു 11, x മൈനസ് y ഈസ് ഈക്വൽ ടു തന്നെ എഴുതാൻ ഞാൻ x മൈനസ് y ഈസ് ഈക്വൽ ടു 5 എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ. നമ്മളിങ്ങനെ എഴുതി. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ അറിയാലോ. എന്താ ചെയ്യേണ്ടത്, ഇവിടെ y അടുത്ത് പ്ലസും മൈനസും ഉണ്ട്. അപ്പൊ y നമ്മളെ x നമുക്ക് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ y നമുക്ക് ക്യാൻസൽ ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്താലും അവിടെ y ക്യാൻസൽ ചെയ്ത് പോവാ. എക്സ് y പ്ലസും മൈനസും ആണ് വന്നിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പ്ലസ് മൈനസ് ആണ് വന്നിട്ടുള്ളത്, നിങ്ങൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഒരു എന്താ എക്സിന് 0 ആക്കാം കേട്ടോ. എക്സിന് 0 ആക്കാൻ എന്താ, 3 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 0 ആയി പോകും. അപ്പൊ നമുക്ക് പ്ലസ് മൈനസിനെ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റിനെ 0 ആക്കാനാണ് എളുപ്പം. ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി. പ്ലസും മൈനസും സെയിം ഡിജിറ്റ് തന്നെ പ്ലസും മൈനസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ 3 പ്ലസ് 1 ചെയ്യുക. 3 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ഈ y 0 ആയിട്ട് പോകും. പ്ലസ് അങ്ങനെ 0 ആയിട്ട് പോവാ, y മൈനസ് പ്ലസ് മൈനസ് y. പ്ലസ് മൈനസ് എടുത്ത് ചൂസ് ചെയ്യാം, മൈനസിന്റെ എടുത്താൽ y മൈനസ് y ഈസ് ഈക്വൽ ടു 0 വരും. നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങൾ മൈനസ് എടുത്താലോ, y മൈനസ് മൈനസ് y വരും. ഇപ്പൊ 2y വരും. ഓക്കെ, നിങ്ങൾ ഒന്നുപോലെ x ഞാൻ സെയിം ചെയ്ത് കാണിച്ചു തരാം. ഒന്നുപോലെ നിങ്ങൾ x 0 ആക്കുക, അല്ലെങ്കിൽ y 0 ആക്കുക. ഫസ്റ്റ് നമ്മൾ y 0 ആക്കാൻ പോകണം. y 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് പ്ലസ് മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, പ്ലസ് മൈനസ് ആയതുകൊണ്ട് എപ്പോഴും ഓർക്കുക പ്ലസ് മൈനസ് ആണ് ഡിജിറ്റിന് മുമ്പിലുള്ള സിമ്പിൾ എന്നുണ്ടെങ്കിൽ അത് 0 ആയി പോകും. മൈനസ് അല്ല ചെയ്യേണ്ടത്, പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് ചെയ്യാം. അപ്പൊ 3 പ്ലസ് 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 പ്ലസ് 1 3 പ്ലസ് 1 എന്തൊരു എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് y മൈനസ് y 0 എന്ന് വരും. അതുകൊണ്ട് എഴുതുന്നില്ല. ഇസ് ഈക്വൽ ടു 11 പ്ലസ് 5 16. അപ്പൊ 2x ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. x എങ്ങനെ കണ്ടുപിടിക്കാം, x ഇസ് ഈക്വൽ ടു ഈ 2നെ നമ്മൾ 16ന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 2 ആണ്. അപ്പൊ 16ന്റെ അടുത്തേക്ക് പോകുന്നത് ഡിവിഷൻ 2 ആയിട്ട് മാറും. x ഇസ് ഈക്വൽ ടു 16/2 ഇസ് ഈക്വൽ ടു 8 അല്ലെ. 16/2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ x നമുക്ക് 8 എന്ന് കിട്ടി. ഇനി y കണ്ടുപിടിക്കണ്ടേ, y എങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷൻ 3യിലേക്കോ ഇക്വേഷൻ 1യിലേക്കോ നമ്മൾ ഈ എക്സിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വില കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യാണ് ഞാൻ. അപ്പൊ നമ്മള് എക്സിന്റെ വില 18 കിട്ടി. ഇനി വൈയുടെ വില കണ്ടുപിടിക്കാൻ ചെയ്യാം. ഇൻ ഇക്വേഷൻ put x is equal to 8 in equation 3 അല്ലെങ്കിൽ 1 ഇട്ട് കൊടുക്കാം. 1 is the equation. അപ്പൊ 1 നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്.
ഇങ്ങനെയുള്ളവർക്ക് തന്നെ ഇക്വേഷൻ 1 ഉണ്ടാവും. 1 ഇട്ട് ബ്രാക്കറ്റ് കൊടുത്താൽ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിലേക്കാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ x 8 കിട്ടി, x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ x നമുക്ക് എത്രയാണ് കിട്ടി, x നമ്മൾ 8 ആണ് കണ്ടുപിടിച്ചു. 8 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 അല്ലെ. എന്താണ് നമുക്ക് y ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ മൈനസ് y ഈസ് ഈക്വൽ ടു 5. ഈ എയ്റ്റിന് ഇപ്പോഴത്തേക്കും വരുന്ന മൈനസ് 8 ആയിട്ട് മാറും അല്ലെ. മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5 മൈനസ് 8. എന്താ, വലിയ സംഖ്യ ചെറിയ സംഖ്യയാണ്, മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം ഇടണം. 8 ആണ് വലുത്, 8ന്റെ ചിഹ്നം എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. 8 മൈനസ് 5 3, 8 വലുതായതുകൊണ്ട് തന്നെ മൈനസ് 3. മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 3. ഈക്വലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ അത് രണ്ട് നമുക്ക് പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, y ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. y ഈസ് ഈക്വൽ ടു 3, അതുപോലെ x ഈസ് ഈക്വൽ ടു 8. അപ്പൊ ആ വലിയ എന്താണ്, വലിയ സ്ക്വയർ ഇല്ലേ, വലിയ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്, വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ഇതായിരുന്നു. നോക്കി, ഞാൻ ചെറിയ സ്ക്വയർ ഉണ്ടായില്ലേ, ആ ചെറിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരുന്നു, 3 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഏരിയയുടെ വ്യത്യാസം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 64 ആയിരിക്കും. 8 × 8 64 ആയിരിക്കും വലിയ സ്ക്വയറിന്റെ ഏരിയ. ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 3 × 3 9 ആണ്. ഇവരുടെ സ്ക്വയറുകൾ തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഏരിയകൾ തമ്മിലുള്ള വ്യത്യാസം 55 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ. നോക്കാം, 55 64 മൈനസ് 9 ചെയ്താൽ പറയാം. വലിയ സ്ക്വയറിന്റെ ഏരിയ ചെറിയ സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്ത് നോക്കാം. 55 ആണ് നമുക്ക് കിട്ടേണ്ടതെന്ന് അറിയാം. 55 കിട്ടുണ്ടോ നോക്കാം. 5 കണ്ടോ, കറക്റ്റ് ആയിട്ട് നമുക്ക് 55 കിട്ടുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കിട്ടുന്ന ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു നോക്കാം. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ, അതുപോലെ തന്നെ ആ ഇക്വേഷൻ ഞാൻ പറയുന്നത് ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കണ്ടില്ലേ, ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ബാക്കി എന്നെ സോൾവ് ചെയ്ത് നമ്മൾ മുമ്പത്തെ കണക്കിൽ സോൾവ് ചെയ്ത കാര്യം തന്നെയാണ് സൊല്യൂഷൻ ഒക്കെ നടന്നിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞു y ഇങ്ങനെയാണ്, എന്നാൽ എക്സ് 0 ആക്കാം അല്ലെങ്കിൽ y 0 ആക്കാൻ നോക്കി അല്ലെ. നമ്മൾ എക്സ് ആണ് y ആണ് 0 ആക്കുന്നത്. ഇനി എക്സ് 0 ആക്കി കാണിച്ചു തരാം. അപ്പൊ ഉത്തരം സെയിം തന്നെ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ എക്സ് 0 ആക്കി കാണിച്ചു കേട്ടോ. ഉത്തരം സെയിം തന്നെ കിട്ടും. രണ്ട് ഇക്വേഷനാണ് നമുക്കുള്ളത്. തേർഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷൻ നമ്മളിവിടെ y ആണ് ഇപ്പൊ 0 ആക്കിയത്, നമ്മൾ എക്സ് ആണ് 0. അപ്പൊ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കേട്ടോ. ഓറാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എക്സ് 0 ആക്കാൻ അല്ലെങ്കിൽ y 0 ആക്കാൻ ഞാൻ പറഞ്ഞു. y 0 ആക്കി നിങ്ങൾ കണ്ടു. ഈ എക്സ് 0 ആക്കണേ എന്ത് ചെയ്യണം, രണ്ടും പ്ലസ് ആണ്. ഇപ്പൊ എക്സ് 0 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടേ, മൈനസ് ചെയ്യണം അല്ലെ. രണ്ടും പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് എക്സ് ആണ്, പോസിറ്റീവ് എക്സ് ആണ്. അപ്പൊ അത് 0 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, 3 നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്യണം. തേർഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷന് മൈനസ് ചെയ്യണം. അപ്പൊ എന്തൊരു എക്സ് മൈനസ് എക്സ് അല്ലെ, എക്സ് 0. ഓക്കെ, നമ്മൾ എഴുതിയാൽ പിന്നെ ഇവിടെ എന്തൊരു y മൈനസ് മൈനസ് വൈ. ഇവിടെ ശ്രദ്ധിക്കണം, ഇക്വേഷൻ 3 എന്താണ് y അല്ലെ. ഈ 3 മൈനസ് 1 മൈനസ് 1 ഇക്വേഷൻ എന്താ, മൈനസ് വൈ. അപ്പൊ y മൈനസ് മൈനസ് വൈ വരും. രണ്ട് മൈനസ് എടുപ്പിച്ചെന്തായി മാറുന്നത്, പ്ലസ് ആയി മാറും. y പ്ലസ് വൈ 2y ആയിട്ട് മാറും. അപ്പൊ അത് ശ്രദ്ധിക്കണം. 2y is equal to 16 വരും. മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്യുമ്പോൾ എന്തോരും 11 മൈനസ് 5 അല്ലേ. 6 11 മൈനസ് 5 എന്ന് 6 6 പ്ലസ് 5 അല്ലേ 11. അപ്പൊ 2y is equal to 6 എന്ന് കിട്ടും. അപ്പൊ y എന്ത് കിട്ടും, 2y is equal to 6 എന്ന് കിട്ടി. y is equal to 6/2 is equal to 3 എന്ന് കിട്ടും. അല്ല, നേരത്തെ നമുക്ക് y 3 തന്നെയല്ലേ കിട്ടിയത്. നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ, ഏതെങ്കിലും ഇക്വേഷനിലേക്ക് നിങ്ങൾ ഈ എക്സിന്റെ വൈയുടെ വരെ കൊടുക്കണം. ഫസ്റ്റ് തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11 ആണ്. അപ്പൊ നമുക്ക് വൈയുടെ വില 3 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 11. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ പ്ലസ് 3നെ 11 അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 11 മൈനസ് 3 ഇസ് ഈക്വൽ ടു ഇത് തന്നു. 11 മൈനസ് 3 ഇസ് ഈക്വൽ ടു 8 തന്നു. കണ്ടോ, അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, എക്സ് 0 ആക്കിയാലും സെയിം ഉത്തരം തന്നെ കിട്ടും, വൈ 0 ആക്കിയാലും സെയിം ഉത്തരം തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതുമ്പോൾ അതുപോലെ എക്സ് 0 ആക്കാം അല്ലെങ്കിൽ വൈനെ 0 ആക്കാം. ഇഷ്ടമുള്ളത് 0 ആക്കാം. രണ്ട് ചെയ്താലും സെയിം കിട്ടുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ചെയ്തത്. ഓരോന്നും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ഈ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറെ ഇക്വേഷനിലൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് സം
അതർ ഇക്വേഷൻസ് എന്നൊരു ഹെഡിങ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവരും നോട്ടിലേക്ക് ചെയ്യുക. കുറച്ച് ലെങ്തി സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, അതാണ് മെയിൻ കാര്യം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഞാനിത് ഈ പ്രോബ്ലം മാത്രം നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കണുള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം ഇതേപോലെ ലെങ്തി പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത മോഡൽ, ഇനി 2 മോഡലോടെ പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ഇക്വേഷൻസ് എങ്ങനെയാണ് എടുക്കണേന്ന് നമുക്ക്, ഈ ഇക്വേഷൻ അല്ല കുറേ 2-3 ഇക്വേഷൻ കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ 2 ക്ലാസ് കൊണ്ട് നമ്മുടെ ഇപ്പൊ ചാപ്റ്റർ തീരും. എക്സസൈസിലാകെ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.